BJP കേരളത്തിന് നൽകാനുള്ള 636 കോടി രൂപ നൽകാതിരിക്കുകയും. പക്ഷേ ഇതിന് കാരണക്കാരാണ്? എന്തിനാണ് ശ്രീ ജെയ്ക്കെ BJPക്കെതിരെ BJP പണം കൊടുക്കാനുള്ളതാണെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ CITU നേതാവ് ഈ ആശാ വർക്കർമാരെ ആക്ഷേപിക്കുന്നത്? നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാഗ്ദാനമാണ്. നിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ ഈ ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി എന്താ ഒരു ബഹളം? അപ്പൊ BJP ആണ് ഇനി പണം തരാനുള്ളതെന്നുള്ള ശ്രീ ജെയ്ക്കിന്റെ വാദത്തെ അതിനെ പൂർണ്ണമായിട്ട് എടുത്തുകൊണ്ട് പറയാം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ശ്രീ ജെയ്ക്കെ BJPക്കെതിരെ BJP പണം കൊടുക്കാനുള്ളതാണെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ CITU നേതാവ് ഈ ആശാ വർക്കർമാരെ ആക്ഷേപിക്കുന്നത്? എന്തിനാണ് കൃമികളെന്നും കീടങ്ങളെന്നും വരെ വിളിക്കുന്നത്? എന്തിനാണ് പാട്ടവർക്കികളെന്ന് വരെ വിളിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നതിനാണ്. 700 രൂപ പ്രതിദിനം കൊടുക്കാമെന്ന് പറഞ്ഞത് ആരാണ്? 2021 അങ്ങയുടെ പാർട്ടി അധികാരത്തിൽ വരാനായി ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രകടന പത്രികയിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന വാഗ്ദാനമാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. നിങ്ങൾക്ക് അധികാരത്തിൽ വരാൻ ഈ ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ 700 രൂപയ്ക്ക് വേണ്ടിയാണ് ഈ സാധു മനുഷ്യന്മാർ പോയി അവിടെ സമരം ചെയ്തത്. ആ സമരത്തെ അഡ്രസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് പണം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, കള്ളം പറയുന്നു എന്ന് മാത്രമല്ല, ഇതെല്ലാം അവരുടെ ടാർപോളിൻ ഷീറ്റ് വലിച്ചു പറിച്ചുകൊണ്ട് പോകുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് അവരെ ഒന്ന് അധിക്ഷേപിക്കാതിരിക്കുന്നൂടെ? നിങ്ങളുടെ ഒരു CITU നേതാവ് പറഞ്ഞത് കുട മാത്രമേ ഉള്ളൂ, ഉമ്മ കൊടുത്തിട്ടുണ്ടോ എന്നാണ് പറഞ്ഞത്. എന്താ അങ്ങേക്ക് ഒരു ഒറ്റവരി ഒന്ന് അപലപിക്കാൻ അങ്ങ് തയ്യാറാകുമോ? ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതുവഴി ഇവരുടെ സമരത്തിന്റെ തലക്കിലൂടെ നിരന്തരമായി ഇങ്ങനെ ഉലാത്തുകയല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനൊന്നും സംസാരിക്കാൻ കഴിയാത്തത്? ഒരു ജനകീയ സമരത്തോടും സംസാരിക്കില്ല എന്ന് അദ്ദേഹത്തിന് എന്തിനാണ് ഇത്ര വാശി? ആറ്റുകാലമ്മ പ്രസാദിച്ചാലെങ്കിലും ശ്രീ പിണറായി വിജയനും ശ്രീമതി വീണ ജോർജും ഈ സാധുക്കളോടൊന്ന് പ്രസാദിക്കുമോ? ആശാപ്രവർത്തകർക്ക് മാത്രം കൊടുക്കാനുള്ള 100 കോടി രൂപയുൾപ്പെടെ 636.88 കോടി രൂപ 2023-24 വർഷം മാത്രം കേരളത്തിന് നൽകാനുണ്ട്. ആര് നൽകാനുണ്ട്? BJP നേതൃത്വം നൽകുന്ന യൂണിയൻ ഗവൺമെന്റ് നൽകാനുണ്ട്. BJP കേരളത്തിന് നൽകാനുള്ള 636 കോടി രൂപ നൽകാതിരിക്കുകയും BJP നേതാവ് അനുദിനം ഇന്ത്യൻ പാർലമെന്റിൽ സെഷൻ നടക്കുമ്പോൾ പോലും കേരളത്തിൽ ഈ സമരത്തിന് മുമ്പിൽ വന്നു നിന്ന് വളരെ സുഖകരമായി കിറ്റും മറ്റ് സൗകര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് അവരോട് ചിരിച്ച് സംവാദിച്ച് ഉല്ലസിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചണ്ടല്ലേ 2 കഷ്ണക്കി കളഞ്ഞ. ആശാപ്രവർത്തകർക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹത്തോട് എവിടെയാണ് താനൊക്കെ ഞങ്ങൾക്ക് നൽകാനുള്ള ഞങ്ങളുടെ വിയർത്തുപ്പിൽ നിന്ന് നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന 636.88 കോടി രൂപ എന്തുകൊണ്ട് നൽകുന്നില്ല? ഷോ ഓഫ് കാണിക്കാതെ കാശെടുക്കണോ എന്ന് ചോദിക്കാൻ എന്തുകൊണ്ട് ബഹുമാന്യരായ സമരപ്രവർത്തകർക്ക് 636.88 കോടി രൂപ കേന്ദ്രം നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഇതൊന്ന് ദേശാഭിമാനിയിൽ എഴുതിയിട്ടുള്ളതാണ്. അതിൽ 100 കോടി ആശമാരുടെ ഇൻസെന്റീവ് ആണെന്നാണ്. പക്ഷെ ഇതിന് കാരണക്കാരാണ്? 2023-24 കോ ബ്രാൻഡിങ്, അതായത് ലോഗോ വെക്കുന്ന കാര്യത്തിലും കേന്ദ്ര ലോഗോ വെക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആ പേരിനൊപ്പം തന്നെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ചേർക്കുവാനുള്ള വിമുഖത കാട്ടുകയായിരുന്നു സംസ്ഥാന സർക്കാർ. അങ്ങനെ വെച്ചെന്ന് വെച്ച് എന്താണ് കുഴപ്പം? കേന്ദ്ര ഫണ്ട് നൽകുന്നതല്ലേ? അങ്ങനെ എഴുതാൻ പറ്റില്ലെന്ന് പരസ്യമായ മീറ്റിംഗിൽ പ്രഖ്യാപിച്ച വ്യക്തി ആരോഗ്യമന്ത്രി കേന്ദ്രത്തിന് അറിയിച്ചതാണ് വീണ ജോർജ്. സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ MK അതുകൊണ്ടാണ് 2023-24 വർഷം ഈ 636.88 കോടി രൂപ നഷ്ടമായത്. ശ്രീ MK അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും എന്താ ഇത്ര സംശയമുള്ളത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ദുരഭിമാനം ഈ കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഫെഡറൽ സംവിധാനത്തിന്റെ കീഴിലാണ് സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ബോധം വേണം. തളരരുത് രാമൻകുട്ടി, തളരരുത്. അപ്പൊ അത്തരത്തിലൊരു ബ്രാൻഡിങ്ങിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ലോഗോ വെച്ചിട്ട് ഇത്തരം ഒരു പ്രശ്നത്തിന്റെ എന്താണോ അതിന്റെ വ്യാപ്തി കുറച്ചുകൊണ്ട് ആ പ്രശ്ന പരിഹാരമല്ല അവർക്ക് പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ ഈഗോ. അതായത് ഇത് സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള അത് പോയി BJP സർക്കാരിന്റെ കാലത്ത് പോകട്ടെ, ഈ ഇടതുപക്ഷം കേരളം ഭരിക്കുന്ന സമയത്ത് എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന ജനങ്ങൾക്ക് നേരിട്ട് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ വിഹിതങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. UPA സർക്കാർ ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിന് അത്തരത്തിലൊരു ആവശ്യമില്ലാത്തത് കൊണ്ട് കോൺഗ്രസിന്റെ കേരളത്തിലെ ഭരണത്തിൽ ഇല്ലെങ്കിലും ഇപ്പൊ നായനാരുടെ ഭരണകാലത്തും അച്യുതാനന്ദന്റെ ഭരണകാലത്തുമുള്ള ശൈലി തന്നെയാണ്
ഇപ്പോൾ ഈ പിണറായി വിജയന്റെ കഴിഞ്ഞ 100 മാസത്തെ ഭരണകാലത്ത് ഇവർ ചെയ്തിരിക്കുന്നത്. അത്തരം ഒരു നിസ്സാരമായ ഒരു ബ്രാൻഡിങ്ങിന്റെ പേരിൽ നമ്മൾക്ക് കേരളത്തിലത്തെ ഈ ആശാ വർക്കർമാർക്ക് കിട്ടേണ്ട ഇത്രയും വലിയൊരു തുക നഷ്ടപ്പെടുത്തിയെങ്കിൽ ഇതിനേക്കാൾ പിടിപ്പ് കെട്ടൊരു സർക്കാർ കേരളത്തിൽ ഉണ്ടോ മഞ്ജുഷെ? ചോദിക്കാതിരിക്കുക എങ്ങനെയാ? ഇനിയിപ്പോ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നലെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിലെ നിർമ്മല സീതാരാമൻ അദ്ദേഹത്തെ വന്ന് കണ്ടിരിക്കുകയാണ്. അതിന്റെ എന്താണ് ആ കണ്ടതിന്റെ ഉദ്ദേശശുദ്ധി എന്നതിനെ കുറിച്ചിട്ടൊന്നും ഈ ചർച്ചയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് വന്ന് കണ്ടിട്ട് ഈ പാവപ്പെട്ട ഈ സ്ത്രീകളുടെ ഈ സമരത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും ആത്മാർത്ഥത ഇതൊന്ന് തീർക്കണം എന്നുള്ളത് ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഇത് കൃത്യമായിട്ട് ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനകാര്യ വകുപ്പ് മന്ത്രിയല്ലേ, അവർക്ക് എടുക്കാവുന്ന തീരുമാനമല്ലേ? കാരണം അവർക്ക് തീർച്ചയായിട്ടും അറിയാം ഒരു സ്ത്രീയുടെ വേദന എന്താണ്. 233 രൂപയ്ക്ക് കേരളത്തിലെ ഒരു മനുഷ്യർക്കും വേണമെങ്കിൽ ഒരു നാൽക്കാലികൾക്ക് പോലും കഴിയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. എന്നിട്ട് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന മനുഷ്യൻ കമ എന്ന് ഈ സ്ത്രീകളുടെ ഈ പാവപ്പെട്ട ആശമാരുടെ പ്രശ്നത്തെ കുറിച്ചിട്ട് ഇന്നലെ സംസാരിക്കാൻ തയ്യാറായില്ല. അപ്പൊ ഇവർ പറയുന്നത് മുഴുവൻ, സംസ്ഥാന സർക്കാർ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് നമ്മളൊക്കെ വിശ്വസിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്ന് എത്തിക്കുകയും